അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ചാർട്ടറിനെ കുറിച്ച് പറയുകയാണ് നാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭരണഘടനയുണ്ടാക്കി. നബിയുടെ ആത്യന്തികമായ ഉദ്ദേശം മദീനയിൽ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ എല്ലാവരെയും ഏകോപിപ്പിക്കുക എന്നതാണ്. അതിന് വേണ്ട ശരിയായ, അതായത് ഏത് വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ ഒരു രൂപത്തിലാണ് അതിന് രൂപകൽപ്പന നൽകിയത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒന്നുണ്ടാക്കുകയായിരുന്നുവെങ്കിൽ മറ്റു ജനവിഭാഗങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അവർക്ക് നബി പറയുന്ന വിശ്വാസം തന്നെ സ്വീകാര്യമല്ല. അപ്പോൾ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിധത്തിലുള്ള ഒരു ചാർട്ടർ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ചാർട്ടറിന് രൂപം നൽകുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, എല്ലാവരുടെയും സ്വീകാര്യത ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, സംശയരഹിതമായ രീതിയിൽ തന്നെ അതുണ്ടാക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെയാണ് അതിന് രൂപം നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നബി സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി ഉണ്ടാക്കുകയല്ല ചെയ്തത്. മറിച്ച് ഓരോ വ്യവസ്ഥയും ഉണ്ടാക്കുമ്പോൾ മദീനയിലെ മുസ്ലിങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ഓരോരുത്തരോടും ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഓരോ വ്യവസ്ഥയും തയ്യാറാക്കിയത്. ഇതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ജനവിഭാഗങ്ങളെ കൂടി ചർച്ചയിൽ പരിഗണിക്കുമ്പോൾ ചാർട്ടർ നടപ്പിൽ വരുത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കടമയും അവർക്കെല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നീക്കം വളരെയേറെ ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു. രണ്ടാമത്തേത്, എന്തൊക്കെയാണെങ്കിലും ഒരു രാജ്യത്ത് താമസിക്കുന്ന ഓരോ ജനവിഭാഗങ്ങൾക്കും അവരവരുടേതായ ചില പ്രത്യേകതകളുണ്ടാവാം. സാമൂഹ്യമായ പ്രത്യേകതകൾ, സാംസ്കാരികമായ പ്രത്യേകതകൾ, അതുപോലെ തന്നെ മതപരമായ പ്രത്യേകതകൾ, ജീവിത സന്ധാരണവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ, അതെല്ലാം ഉണ്ടാകാം. ആ പ്രത്യേകതകളാണ് അവരുടെ ഉണ്മയെ നിശ്ചയിക്കുന്നത്, അവരുടെ അസ്തിത്വം നിശ്ചയിക്കുന്നത്. അതായത് അവരാക്കുന്നത് ആ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ ഇത്തരത്തിലുള്ളൊരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ ആ വിഭാഗം ജനങ്ങൾ പറയും, ഇത് ഞങ്ങളുടെ സംസ്കാരവുമായി ഒത്തുപോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് സ്വീകരിക്കുവാൻ അതിൻ്റേതായ പ്രയാസമുണ്ട് എന്നവർ പറയും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ പ്രത്യേകമായും അത് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ ഉള്ളിലെ ഏകമായ ആശയം അവരുടെ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന അവരുടേതായ ഒരാശയം, ആ ആശയം എല്ലാവരും സ്വീകരിച്ചിരിക്കണം എന്ന് ഷഡ്യം പിടിക്കുകയാണ്. അതിനെയാണ് സത്യത്തിൽ ഫാഷിസം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ചാർട്ടറിന് രൂപം നൽകുമ്പോൾ അങ്ങനെ ഒരു സമീപനം പുലർത്തുന്നില്ല. മറിച്ച് ഓരോ വിഭാഗത്തെയും അവരുടേതായ പ്രത്യേകതകൾ, നിലവിൽ അവർ അനുഭവിച്ചു പോരുന്ന അധികാരങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് മദീന ചാർട്ടറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാർട്ടറായിരുന്നു ഇത് എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയ മദീന ചാർട്ടറിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത, അത് ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നാണ്.
അത് ആരാധനാലയത്തിൽ മാത്രമുള്ളൊരു നിയമമല്ല, അത് വഴികളിൽ മാത്രമുള്ളൊരു നിയമമല്ല, അത് വിവാഹത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നിയമമല്ല, മറിച്ച് അതൊരു സിവിൽ കോഡാണ്. ഒരു സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കുന്ന, അതേസമയം അംഗീകരിക്കേണ്ടതായ ഒരു നിയമാവലിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറ്റങ്ങളും ശിക്ഷകളും ഉണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു, വിവാഹ കുടുംബ ജീവിതങ്ങളുണ്ടായിരുന്നു, ദിയകളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു, സമാധാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു പോകുന്ന ഒരു സമ്പൂർണമായ ലിഖിത ഭരണ രേഖയായിരുന്നു മദീന ചാർട്ടർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.